യൂണിവേഴ്സലിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല റാങ്ക് വന്നവരെ ആദരിക്കുന്ന ഒരു ഫങ്ഷനാണ് ഇത്. അതിലൂടെ അവരെ ആദരിക്കുന്നതോടുകൂടി അവർക്ക് നമ്മൾ ഒരു അംഗീകാരം കൊടുക്കുന്നതോടുകൂടി അത് നിങ്ങൾക്കും കൂടി അത് വലിയൊരു പ്രോത്സാഹനമാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UG എത്ര ടഫാണോ അതിലേറെ ടഫാണ് PG. നിങ്ങൾക്കിപ്പോൾ UGക്ക് 1,20,000 അല്ലെങ്കിൽ 1,15,000 സീറ്റ് ഉണ്ട് എങ്കിൽ PGക്ക് അത് 25,000 ആകുള്ളൂ. ഇന്ത്യയിൽ എല്ലാ ബ്രാഞ്ചും കൂടി 25,000 ഉള്ളൂ. അപ്പോൾ ആ ഒരു എൻട്രൻസ് എത്ര ടഫായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ എൻട്രൻസ് ക്രാക്ക് ചെയ്തിട്ട് മിടുക്കന്മാരിൽ മിടുക്കരായവരാണ് നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നവർ. നിങ്ങൾക്കൊരു സെറ്റ് ബാക്ക് വന്നു എന്ന് കരുതിയിട്ട് ഒരിക്കലും ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി എന്ന് ഒരിക്കലും കരുതരുത് എന്നാണ്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സമയത്തും നടക്കണമെന്നില്ല, നമ്മൾ വിചാരിച്ച റൂട്ടിലൂടെ തന്നെ പോകണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് റൂട്ടായിരിക്കും പരസ്യം കരുതി വെച്ചിട്ടുണ്ടാവുക. പക്ഷേ വാട്ട് ഡസൻ കിൽ യു മേക്സ് യു സ്ട്രോങ്ങർ എന്നാണ്. നിങ്ങളുടെ കോറായിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ടല്ലോ നിങ്ങളെ പറ്റിയിട്ട്, അതായത് നിങ്ങളെ കൊണ്ട് അത് പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വേറെ ആർക്കും അറിയുന്നുണ്ടാവില്ല. അത് നിങ്ങളെ കൊണ്ട് അത് പറ്റും എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിലുള്ള, അത് ആരെ കൊണ്ടും മാറ്റരുത്. അതെന്ത് ചെയ്യണം? കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ബിൽഡിംഗ് അവർ കോർ എന്നുള്ളതിന് അത്രയും അനിവാര്യമാണ് ആ ടൈമിൻ്റെ ഒരു ഇത്. കോർ എന്ന് പറയുമ്പോൾ ബേസിക്സ് ആയിട്ടുള്ള അക്കാഡമിക്കലി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ബി ഇറ്റ് പേഴ്സണലി ഉള്ള നമ്മുടെ ഒരു ഗ്രോത്ത്. ബിക്കോസ് ഫോർ മീ യൂണിവേഴ്സൽ ഹാസ് ബീൻ ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് മൈ ലൈഫ് ഇൻ ജനറൽ. നമ്മളൊരു സെക്കൻഡറി സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ നിന്ന് ഒരു പ്രൊഫഷണലായിട്ട് ട്രാൻസിഷൻ ചെയ്യണ ഫേസ് കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലേസാണ് ഇവിടെ. നമുക്ക് ഒരു ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ അടുത്ത ഡോർ ഓപ്പൺ ചെയ്യും. ഒരിക്കലും ഇതാണ് എൻ്റെ എൻഡ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഈ എക്സാമിൽ എനിക്ക് കിട്ടിയില്ല എങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. നെവർ സ്റ്റോപ്പ് ട്രൈയിങ്. നമ്മൾ ട്രൈയിങ് നിർത്താൻ പാടില്ല.